ഞാൻ നിന്റെ വീടിന്റെ അടുത്തുണ്ട്. എടാ നീ കരയാതടാ. നിക്ക്, ഞാൻ എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ആണെങ്കിൽ നിറയെ ആൾക്കാരാണേ. ഓ ഇവനെ കൊണ്ട് നിക്ക് അവിടെ, ഞാൻ എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ നോക്കട്ടെ. നിക്കടാ, ഞാൻ തുറക്കാൻ നോക്കുന്നുണ്ട്. ഓ ഇവനെ കൊണ്ട് ഇതാണ് തുറക്കാനും കിട്ടുന്നത് പണ്ടാണ്. എനിക്കറിയാടി നിന്നെ, നീ വരില്ല. നീ എന്നെ നൈസായിട്ട് തേച്ചു. എന്നിട്ട് നീ ആ ഷമീറിനെ കെട്ടാൻ പോവുകയാണല്ലേ? എന്നാൽ എനിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വാദം തുറക്കാൻ നോക്കുന്നത്. നീ ആണെങ്കിലോ അവനെ കല്യാണം കഴിക്കും ഇവനെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. കണ്ട നിന്റെ സ്വഭാവം മാറിന് കണ്ട. മുമ്പൊക്കെ നിനക്ക് എന്തൊരു സ്നേഹമായിരുന്നു എന്നെ കൊണ്ട്, ചക്കരെ കരളേന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കണ്ടില്ലേ, നീ വേറൊരാളിനെ കല്യാണം കഴിക്കാൻ പോണെന്ന് പറയുമ്പോഴത്തേന് നിന്റെ സ്വഭാവം മാറിന് കണ്ട. എടാ നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ, ഞാനിതൊന്ന് തുറക്കാൻ നോക്കട്ടെ. ഞാനിപ്പോ പുറത്തേക്ക് വരണ വേണ്ടയോ? ശരി വാ. നീ എവിടേക്കാണ് വാതിൽ തുറക്കുന്നത്? അല്ലോ വാപ്പാ. ആരോ ഈ വാതില് കൂട്ടിയിട്ടേ താക്കോല് അതിൽ തന്നെ വെച്ചിട്ട് പോയിരിക്കുന്നു. ഞാനിത് വാപ്പാക്ക് തരാൻ വരികയായിരുന്നു. ഇതാ നീ പൊയ്ക്കോ. ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. എന്നെ വാപ്പ കണ്ടു. നീ ഇനി അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാലേ നിന്നെ ആരെങ്കിലും കണ്ടാലേ ഈ കല്യാണം മുടങ്ങും. മുജീബ്, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കല്യാണ പെണ്ണ് ഒരുങ്ങാണല്ലേ? ഞാൻ വാതിൽ തുറക്കണത് വാപ്പ കണ്ടു. ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നീ എന്തിനാ ഇങ്ങനെ മാട് കത്തണ പോലെ കത്തണത്? എന്ത് പറഞ്ഞാലും എനിക്കറിയാടി നീ വരില്ല എന്ന്. ഞാൻ അങ്ങോട്ട് വന്നിട്ടേ എല്ലാവരുടെ അടുത്തും സത്യം പറയാൻ പോവുകയാണ്. നീ ഞാൻ സ്നേഹത്തിലായിരുന്നു എന്ന്. നീ വെറുതെ പൊട്ടന്മാരിനെ പോലെ സംസാരിക്കാതെ കാര്യങ്ങൾ അറിയാണ്ട്. ഈ കല്യാണം നടക്കാൻ വേണ്ടിട്ടേ എന്റെ പാപ്പയെ 35 ലക്ഷമാണ് ചെലവാക്കിയിരിക്കുന്നത്. അറിയോ എനിക്ക്? 35 ലക്ഷം. ഈ കല്യാണം നിന്ന് കഴിഞ്ഞാല് ആർക്കാണ് നഷ്ടം എന്നാണ് നീ വിചാരിക്കുന്നത്? ആർക്ക്? നമ്മൾക്ക്. നിനക്ക്. അതെങ്ങനെ? പൊട്ട, എന്റെ പാപ്പാന്റെ സ്വത്തുക്കളൊക്കെ ആർക്കുള്ളതാണ്? എനിക്ക്. അപ്പൊ എന്റെ സ്വത്തുക്കളൊക്കെ ആർക്കുള്ളതാണ്? നിനക്ക്. അപ്പൊ ആർക്കാണ് നഷ്ടം? നിനക്ക് തന്നെയല്ലേ. എന്റെ സ്വത്താ? നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് കണക്കേ അറിയില്ല മുജീബെ. ഓരോരുത്തർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്. നീ ആണെങ്കിലോ 35 ലക്ഷം വേസ്റ്റ് ആക്കിയിട്ട് വരാൻ പറയുന്നു. നീ കഷ്ടപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല മുജീബെ. ഈ കല്യാണം നിന്ന് ആർക്കാണ് നഷ്ടം? നിനക്കാണേ. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അത് നീ ആദ്യം മനസ്സിലാക്ക്. എന്താണ്ടേ നീ പറയണത്? അപ്പൊ നമ്മുടെ കല്യാണം? പൊട്ട, മറ്റുള്ളവരുടെ കണ്ണിലാണ് എനിക്കും ഷമീറിനും കല്യാണം. എന്റെ മനസ്സിന് മുഴുവൻ നീ മാത്രം തന്നെ ഉള്ളൂ. ഞാൻ ഇമാജിനേഷൻ ചെയ്യും എന്റെ അടുത്തിരിക്കുന്നത് നീയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്കും അല്ലേ കല്യാണം. നീയും അവിടെ ഇരുന്ന് ഇമാജിനേഷൻ ചെയ്യും. ഇമാജിനേഷൻ അല്ലടാ എല്ലാം. എങ്ങനെയാണ്ടി ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുക? നീ എന്ത് തേങ്ങയാണ്ടി പറയണത്? നോക്ക്, നീ ഇപ്പൊ ആകെ ടെൻഷനിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത് നിനക്ക് ഒന്നും മനസ്സിലാവാത്തത്. നീ സമാധാനത്തിൽ ഒരു ഭാഗത്ത് ഇരുന്ന് ചിന്തിക്ക്. അപ്പൊ നിനക്ക് എല്ലാം മനസ്സിലാവും. മാഡം, മേക്കപ്പ് ചെയ്യണ്ടേ? ഇവിടെ ചെയ്തു. ഇപ്പൊ ഞാൻ പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ടാ? അതൊന്നും എനിക്കറിയില്ല. നീ പുറത്തിറങ്ങി വാ, നമുക്ക് രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാം. ഒരു മിനിറ്റ്. പൊട്ട, ഞാൻ ഇപ്പൊ തന്നെയല്ലേ വാതിൽ തുറക്കാൻ നോക്കിയത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നെ വാപ്പ കണ്ടു. ജീവിതത്തിൽ പ്രയത്നിക്കണം. ഞാൻ പ്രയത്നിച്ചു, പക്ഷെ ഞാൻ തോറ്റു. അത് ഞാനെന്ത് കേട്ടാനാണ്? അപ്പൊ നീ എന്നെ വിട്ടിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോവാണല്ലേ? ആരാ പറഞ്ഞത് ഞാൻ നിന്നെ വിട്ടിട്ട് പോവുകയാണെന്ന്? ഒരു കോൾ വരുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ആരാണ്? നമ്പർ പോയാ? ഞാൻ തന്നെ, ഷമീർ. ഷമീറ? ഏത് ഷമീർ? ഞാൻ തന്നെ ഷമീർ. നമ്മുടെ രണ്ടുപേരുടെ കല്യാണമല്ലെന്ന്. സോറി, ഞാൻ നിങ്ങളുടെ പേര് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ്. പറയില്ല, എന്താണ്? നീ റെഡിയായി ചോദിക്കാൻ വിളിച്ചതാണ്. അതാ റെഡി ആയിക്കൊണ്ടിരിക്കണു. എന്നാ പിന്നെ റെഡിയായി കഴിഞ്ഞിട്ട് വിളിക്കും. ശരി.
ഇതാ ഇവിടെ. ആ ഓ ഇവനൊരുത്തൻ. സോറി മുജീബേ, ഷമീറായിരുന്നു ഫോൺ ചെയ്തത്. അവൻ എന്തിനാണ്ട് നിന്നെ വിളിച്ചത്? നീ എന്തിനാ അവർക്ക് ഫോൺ നമ്പർ കൊടുത്തത്? ഇതാ പൊട്ട, അവൻ എന്നെ കെട്ടാൻ പോണ ചെക്കനല്ലേ, അവനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും എന്നെ. കണ്ട അവർക്ക് നിന്നെ ഇപ്പൊ തന്നെ സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാന്ന്. എന്ത് ചെയ്യാനാണ് മുജീബേ, എല്ലാം എന്റെ തലവര. പിന്നെന്തിനാ നീ അവനെ കല്യാണം കഴിക്കണം പറയണത്? ഞാൻ എന്താ ചെയ്യാ, വീട്ടിലെല്ലാരും പറയണത് അവനെ കല്യാണം കഴിക്കാനാണ്. ഇളയമ്മ, ഇളാപ്പ, മൂത്തുമ്മ, മൂത്താപ്പ, മാമ, അമ്മായി, അങ്ങനെ ഭൂരിപക്ഷം നോക്കിയപ്പോ ഭൂരിപക്ഷം ജയിച്ചു, നീ തോറ്റു. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്ത് ഭൂരിപക്ഷമാ? അപ്പൊ ഞാൻ എന്താണ്ട് ചെയ്യാ? ആ അങ്ങനെ പറ. ഇപ്പൊ നീ പറഞ്ഞില്ലേ, ആ അതാണ് ശരി. അല്ലെങ്കിൽ നീ ബുദ്ധിയുള്ളവനാണ്. നീ ഒരു കാര്യം ചെയ്യ്, നമ്മൾ രണ്ടുപേരും കൂടി എടുത്ത ഫോട്ടോസും റീൽസ് ഒക്കെ ഇല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്, ആ അതൊക്കെ ഇരുന്ന് ഡിലീറ്റ് ചെയ്യ്. എന്ത് എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യാനാ? അതൊന്നും പറ്റില്ല. അടുത്ത ഒരു വീഡിയോ 1 മില്യൺ പോയിട്ടുണ്ട്, അറിയോ? ഓ 1 മില്യൺ വ്യൂസ് ഉണ്ടാ? അപ്പൊ പിന്നെ എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യ്, നീ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കല്യാണമാണ് എന്നു പറഞ്ഞിട്ട് സാഡായി നിന്നിട്ട് സാഡ് സോങ് ഇട്ട് ഒരു റീൽസ് അങ്ങോട്ട് ചെയ്യ്. നോക്കിക്കോ, അത് 2 മില്യൺ വ്യൂസ് ആവും. നിനക്ക് നിറയെ ഫോളോവേഴ്സും കിട്ടും. നിനക്ക് ഫോളോവേഴ്സ് അല്ലേ വലുത്, അല്ലാണ്ട് വ്യൂസ് അല്ലല്ലോ. നീ അങ്ങനെ ചെയ്യ്. സത്യാണ്. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ റെഡ് കളർ ഡ്രസ്സ് ഇടുന്നതല്ലേ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ എന്റെ കല്യാണത്തിന് റെഡ് കളർ ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തതും കൂടി. നീ ഇട്ടിട്ടുണ്ടാ എനിക്ക് ഇഷ്ടമുള്ള ബ്ലാക്ക് കളർ ഷർട്ട്? നീ ഇടില്ലടാ, എനിക്കറിയാം നിന്നെ. ഞാൻ വിഷം കുടിക്കാൻ പോവാണ്. എന്ത് വിഷം കുടിക്കേ? നീ എന്താ പൊട്ടനാണ്ടാ? എന്റെ വാപ്പ ഇവിടെ ലക്ഷക്കണക്കിന് പൈസ ചെലവാക്കിയിട്ട് കല്യാണം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നീ വിഷം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പൈനാപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസ്, നിനക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ള മാംഗോ ഐസ്ക്രീം, ഫ്രൈഡ് റൈസ്, ചിക്കൻ മന്തി, മട്ടൻ ദം ബിരിയാണി, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? നിനക്ക് സത്യമായിട്ട് എന്നെ കൊണ്ട് സ്നേഹം ഉണ്ടെങ്കിലേ നീ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരുന്നിട്ടേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്ത് എനിക്ക് അയക്കി. ബിസി ബിസി, ഏത് നേരം നോക്കിയാലും ഫോണിലാണ്. ആ പിന്നെ നീ സെൽഫി എടുക്കുമ്പോഴേ ആ കറുപ്പ് കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ. അതാണ് എനിക്കിഷ്ടം. ഇവിടെ കുറച്ചും കൂടി മേക്കപ്പ് ഇട്ടോളി. ഓ ഹലോ, നീ ആർക്കാണ് അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറെ നേരമായില്ലേ ബിസി? ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കണേ? ആ അത് ഞാൻ എന്റെ കൂട്ടുകാരി വിളിച്ചപ്പോഴേ അങ്ങനെ സംസാരിച്ചിരുന്നു പോയതാണ്. നിങ്ങൾ വിളിച്ചത് കണ്ടില്ല, അതാണ്. ഇത്ര നേരമാക്കിയാ? അത് കല്യാണ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടൊക്കെ അങ്ങനെ സമയം പോയി. നീ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടാ? ഈ ചോദ്യം നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ചോദിക്കണമായിരുന്നു, അല്ലെങ്കിലോ കല്യാണം കഴിഞ്ഞ ശേഷം ചോദിക്കണമായിരുന്നു. ഇതിപ്പോ കല്യാണ ദിവസം ചോദിക്കാന്നൊക്കെ പറയുമ്പോ എന്ത്? അല്ല പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാനിപ്പോ എന്താ പറയും. അല്ല, ഏതോ ഒരു ചെക്കനെ വിഷക്കുപ്പിയും കയ്യിൽ വെച്ചിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിരിക്കണു. മുജീബ്, എന്നിട്ട് ആ ഫോട്ടോത്തിന്റെ മേലെ നീയാണ് എന്റെ മരണത്തിന് കാരണം എന്ന് എഴുതിയിരിക്കണു. എന്ത്? അവന്റെ മരണത്തിന് കാരണം നിങ്ങളാണെന്നാ? അപ്പൊ ഞാനല്ലേ? നീ എന്താ പറയണത്? അല്ല, ആ ഫോട്ടോയിലുള്ള ആളിനെ നിങ്ങക്ക് നേരത്തെ അറിയോ എന്ന് ചോദിച്ചത്. ഇല്ല, അറിയില്ല. ആ അപ്പൊ അത് നിങ്ങക്ക് വന്ന ഫോട്ടോ ആയിരിക്കില്ല, അത് വേറെ ആർക്കെങ്കിലും മാറി അയച്ചതായിരിക്കും. ആ ശരി, ഞാൻ വെക്കണു. ആ ശരി. ഓ ഈ മുജീബിനെ കൊണ്ട് തോറ്റു. ഡാ, നീ എന്തിനാണ്ട് വിഷക്കുപ്പി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ ഷമീറിനെ അയച്ചു കൊടുത്തത്? നീ എന്ത് പറഞ്ഞാലും എനിക്ക് ദഹിക്കില്ല, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ദഹിക്കണില്ല എന്നാ? നിനക്ക് ദഹിക്കണില്ലെങ്കിൽ നീ മണ്ഡപത്തിൽ വന്നിട്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോടാ. അത് വിട്ടിട്ട് വിഷക്കുപ്പിയും വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നീ ഷമീറിനെ അയച്ചു കൊടുക്കാണ്. നീ എന്താ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്? എന്താണ് നീ ഓവറായിട്ട് സംസാരിക്കുന്നത്? ഇതപ്പൊ ഞാൻ അങ്ങോട്ട് വരാട്ടാ, എന്നിട്ട് എല്ലാവരും പറയാൻ പോവാണ് നീ ഞാൻ സ്നേഹത്തിലായിരുന്നു. വരാ. മുജീബെ,
നീ ഇവിടെ വന്നിട്ട് എല്ലാവരുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞു കല്യാണം നിൽക്കില്ലേ? പിന്നെ ഇത്രയും ലക്ഷക്കണക്കിന് ചെലവാക്കിയിട്ട് കല്യാണം നടത്തുന്ന ഈ ഭക്ഷണമൊക്കെ അതൊക്കെ വേസ്റ്റ് ആവില്ലേ? അതും മട്ടൻ ബിരിയാണി. അതൊക്കെ പോട്ടെ, നീ എന്ത് കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്? ബ്ലാക്ക്. കണ്ടോ നിനക്ക് എന്റെ മേലെ സ്നേഹം? ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ലടാ. എന്താ നിങ്ങൾ ഇങ്ങനെ വെറുതെ നിട്ടുന്നത്? ഞാനിങ്ങനെ അവന്റെ കൂടെ ഓടിപ്പോയിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ലാലോ. നിങ്ങൾക്ക് 20,000 രൂപ കിട്ടുമോ? ഇല്ലാലോ. വേഗം ഓട്. ആ ഹലോ, ആരോ ഒരാള് കത്തി കാണിച്ചിട്ടേ നിന്നെ സ്നേഹിക്കണു പറയണു. കത്തി കാണിച്ചിട്ടാ അവൻ നിങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാ? അപ്പൊ നിങ്ങൾക്ക് ആണുങ്ങളോടാണ് ഇഷ്ടം? അയ്യോ, എന്നെയല്ലടി, നിന്നെ. ആ എന്നെയാ? ഓ മുജീബേ, എന്ത് കത്തിയാ? നിങ്ങളെ ആദ്യം അവനൊന്ന് രക്ഷിക്കേ. അവൻ കത്തി കാണിച്ചതേ എന്നെയാണ്. ആ നിങ്ങളെയാണ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എന്ത്? അവൻ ചിലപ്പോ പ്രാങ്ക് വീഡിയോ ചെയ്തതായിരിക്കും. നിങ്ങൾ അവനിക്ക് ഫോൺ കൊടുക്കുകയും ഞാൻ സംസാരിക്കാം അവനെ കൊണ്ട്. ആ നീ എന്താ ചെയ്യുന്നത്? നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കണ്ട. നിനക്ക് iPhone 16 ഭയങ്കര ഇഷ്ടമല്ലേ? അവന്റെ കയ്യിലുള്ളത് iPhone 60 ആണ്. നീ അത് എടുത്തിട്ട് പോയിക്കോ. അവന്റെ അടുത്ത് 2-3 കാറും ഉണ്ട്. നീ ഒരു കാർ എടുത്തിട്ട് പോയിക്കോ. എനിക്ക് ഇഷ്ടമുള്ളത്. ഞാൻ പോലീസ് കേസൊക്കെ നോക്കിക്കോളാം. iPhone 16 കാറുവാ. ചിലപ്പോൾ അവളിനെ കിട്ടുകയാണെങ്കിലും കൂടി ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. എന്തായാലും ഇതൊക്കെ എടുത്തിട്ട് പോവാ, അതാ നല്ലത്. ഷമീറിന് ഫോൺ കൊടുക്ക്. ഫോണ്. ആരാണ് നിന്റെ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞത്? നിനക്കെന്താ എന്നെ കാണുമ്പോ പൊട്ടനെ പോലെ ഉണ്ടാ? എന്റെ മേക്കപ്പ് ഒക്കെ പോയിട്ടിപ്പോ അവന്റെ ഒരു പ്രാങ്ക്. ഓ സമാധാനം. മേക്കപ്പ് ഇട് വേഗം.